ബുധനാഴ്ചയാണ് മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തുന്നത്. ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുന്നതിന് സഹായകരമായ രീതിയിൽ പേടകത്തിന്റെ വേഗം കുറയ്ക്കണം. പേടകത്തിലെ പ്രധാന യന്ത്രമായ ലാം അഥവാ ദ്രവ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചാണ് വേഗം കുറയ്ക്കുക. ബുധനാഴ്ച നടക്കുന്ന ഈ പ്രക്രിയയുടെ മുന്നോടിയായാണ് ഇന്ന് പരീക്ഷണ ജ്വലനം നടത്തിയത്. ഉച്ചയ്ക്ക് ശേഷം നടത്തിയ പരീക്ഷണ ജ്വലനം 4 സെക്കൻഡാണ് നീണ്ടുനിന്നത്. പരീക്ഷണ ജ്വലനം വിജയകരമായിരുന്നുവെന്ന് ഫേസ്ബുക്ക് അപ്ഡേറ്റിലൂടെ ISRO അറിയിച്ചു. ഭൂമിയുടെ സ്വാധീനത്തിൽ നിന്ന് വിട്ടുപോകാനായി ഡിസംബറിലാണ് ലാം അവസാനമായി പ്രവർത്തിപ്പിച്ചത്. മറ്റൊരു ബഹിരാകാശ ദൗത്യത്തിലും ഇത്ര നീണ്ട ഇടവേള ഉണ്ടായിട്ടില്ല. ദ്രവ എഞ്ചിൻ പ്രവർത്തനസജ്ജമാണോ എന്നറിയാനായിരുന്നു ഇന്നത്തെ പരീക്ഷണം. ലാം പ്രവർത്തിച്ചില്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ബദൽ മാർഗങ്ങളും ശാസ്ത്രജ്ഞർ നേരത്തെ തയ്യാറാക്കിയിരുന്നു. ബുധനാഴ്ച വീണ്ടും ലാം പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ മംഗൾയാൻ സൗരഭ്രമണപഥത്തിൽ നിന്ന് ചൊവ്വയുടെ ഭ്രമണപഥത്തിനു നേരെ ദിശ തിരിക്കും. സൗരഭ്രമണപഥത്തിൽ സെക്കൻഡിൽ 22.2 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചിരുന്ന മംഗൾയാന്റെ വേഗം ചൊവ്വയുടെ ഭ്രമണപഥത്തിലേക്ക് മാറാനായി സെക്കൻഡിൽ 4.4 കിലോമീറ്ററായി കുറയ്ക്കും. വിക്ഷേപണത്തിനു ശേഷമുള്ള മംഗൾയാന്റെ 4ാമത്തെയും അവസാനത്തെയും ദിശാമാറ്റമാകും ഇത്. ചൊവ്വയുടെ ഭ്രമണപഥത്തിനുള്ളിൽ ഗ്രഹത്തിൽ നിന്ന് ഏകദേശം 372 കിലോമീറ്റർ അകലെയാണ് മംഗൾയാന്റെ ലക്ഷ്യസ്ഥാനം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.